വെൽക്കം ഓൾ ഓഫ് യു. നമ്മൾ നോക്കാൻ പോകുന്നത് 3 കാര്യങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പ്രോസസ്സാണ്. ഒന്ന്, ഹൗ ടു ഡിസൈൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം. ഒരു കൊച്ചു സർക്യൂട്ടാണെങ്കിൽ കുഴപ്പമില്ല, അതെങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. സർവീസിങ്, റിപ്പയറിങ്, അതെങ്ങനെ റിപ്പയർ ചെയ്യാം. പിന്നെ റെസിസ്റ്റർ കാൽക്കുലേഷൻ. ഓരോ സർക്യൂട്ടിലും വളരെ അത്യാവശ്യമാണ് റെസിസ്റ്റർ. ഇപ്പോൾ റെസിസ്റ്റർ കളർ കോഡ് പഠിച്ചുകൊണ്ടോ ഒന്നും ബെനിഫിറ്റ് ഇല്ല. അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു സർക്യൂട്ട് നിങ്ങളടുത്ത് സർവീസിങ്ങിന് വന്നു കഴിഞ്ഞാൽ ആ റെസിസ്റ്റർ കരിഞ്ഞു പോയി എന്ന് വിചാരിക്കും. കാർബൺ പൗഡറൊന്നും കാണാനില്ല അവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും അവിടെ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് അളക്കാൻ അവിടെ പ്രോഡക്റ്റ് ഇല്ല, കരിപ്പൊടി മാത്രമേ ഉള്ളൂ, കളർ കോഡും ഇല്ല. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ബ്രെയിൻ ഉപയോഗിച്ച് സിമ്പിൾ കാൽക്കുലേഷൻ ഉപയോഗിച്ച് ഏത് ഭാഗത്തും കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ആ സർക്യൂട്ടിനെ കുറിച്ച് നല്ലൊരു ബോധം വരും. റെസിസ്റ്റർ ഇല്ലാത്തൊരു സർക്യൂട്ടും ഇല്ലല്ലോ. അതുപോലെ കപ്പാസിറ്ററിൻ്റെ സമയത്ത് അതിനെക്കുറിച്ച് പറയാം. അപ്പം ഡിസൈനിങ് ഓഫ് എ സർക്യൂട്ട്, സർവീസിങ് ഓഫ് എ ബോർഡ്, കാൽക്കുലേറ്റിംഗ് ഓഫ് റെസിസ്റ്റർ വാല്യൂ, ഈ 3 കൂടെ യോജിപ്പിച്ചുകൊണ്ട് വിശദമായൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതായിരിക്കും. നമ്മുടെ പ്രോജക്റ്റ് ഏതെങ്കിലും ഒരു മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് അതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു 230 വോൾട്ട് AC ബൾബ് അല്ലെങ്കിൽ ഏതെങ്കിലും മോട്ടോർ ഒന്ന് ഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം. അപ്പോൾ ആദ്യം കമ്പോണൻസ്, എന്തൊക്കെ കമ്പോണൻസ് വേണം നോക്കി അത് തിരഞ്ഞെടുക്കാം. ഏറ്റവും ആദ്യം വേണ്ടത് റിലേ ആണ്. റിലേ ആദ്യം പാർട്സിൻ്റെ പേര് പറഞ്ഞു പോവാം, പിന്നെ ഓരോ പാർട്ടും അതിൻ്റെ സ്പെക്ക് എങ്ങനെയാണ് നോക്കുന്നതെന്നുള്ളത് വിശദീകരിച്ച് തരാം. അപ്പോൾ റിലേ ആകുന്ന സമയത്ത് അത് 12 വോൾട്ട്, നമുക്കിപ്പോൾ ഏറ്റവും അവൈലബിൾ ആയത് 12 വോൾട്ടിൻ്റെ ആണ്. DC 12 വോൾട്ട്, അതിനകത്ത് 230 വോൾട്ട് 10 ആംപിയറോ ഏതെങ്കിലും ഒന്ന് എടുക്കാം. റിലേ എടുത്തു. പിന്നെ വേണ്ടത് ട്രാൻസിസ്റ്ററാണ്. നമുക്ക് 2 ട്രാൻസിസ്റ്റർ എടുക്കാം. ഒന്ന് BC 547. അതിൻ്റെ സ്പെക്ക് നോക്കിയതിന് ശേഷം നമ്മൾ ഈ പ്രോജക്റ്റിന് സൂട്ടബിൾ ആണോ എന്ന് നോക്കാം. എത്രയാണോ റിലേ അതിൻ്റെ ആംബിയർ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ട്രാൻസിസ്റ്റർ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ രണ്ടാമതൊരു ട്രാൻസിസ്റ്റർ കൂടെ എടുക്കാം, SL100. ഏതാണ് സൂട്ടബിൾ നമ്മൾ പരിശോധിച്ച് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണെന്നുള്ളതാണ് വിശദീകരിക്കാൻ പോകുന്നത്. പിന്നെ വേണ്ടത് ഡയോഡ്, 1N4007 ഡയോഡ്, അതിൻ്റെ ഒരു സെക്യൂരിറ്റി പർപ്പസ് ആ സർക്യൂട്ടിൻ്റെ സമയത്ത് വിവരിക്കാം. പിന്നെ ക്വാർട്ടർ വാട്ട് റെസിസ്റ്റൻസ്, ഒരു 630 ഓംസ് അല്ലെ 1K 10K ഇങ്ങനെയുള്ള കുറച്ച് ക്വാർട്ടർ വാട്ട് റെസിസ്റ്റർ സ്റ്റോക്ക് ചെയ്യാം. എവിടെ വരച്ച് വരുമ്പോൾ എവിടെയാണോ എത്ര വാട്ട്സ് ആണോ ഓംസിൻ്റെ വാല്യൂ ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ യോജിക്കുന്ന ഒരു റെസിസ്റ്റർ അവിടെ കൊടുക്കാം. പിന്നെ പവർ സപ്ലൈ 12 വോൾട്ടാണ് ഇതിനകത്ത് ഏറ്റവും കൂടിയ വോൾട്ടേജ് വരുന്നത്, DC 12. അപ്പോൾ 12 വോൾട്ടിൻ്റെ ഒരു പവർ സപ്ലൈയും വേണ്ടി വരും. ഇത്രയും പാർട്സ് വെച്ചുകൊണ്ട് നമുക്കിതിൻ്റെ സ്കിമാറ്റിക് വരയ്ക്കാം. സ്കിമാറ്റിക് വരച്ച് അതിൻ്റെ ഓരോ ഭാഗത്തെ വർക്കിംഗ് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിനുശേഷം റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. പിന്നീടാണ് ബാക്കി കാര്യത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരെണ്ണത്തിന് വേണ്ടി മാത്രമല്ല, ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു കാൽക്കുലേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇനി സർക്യൂട്ടിൽ എവിടെ വേണമെങ്കിലും സർവീസിങ്ങിൻ്റെ സമയത്താവട്ടെ വേറെ എന്താവശ്യങ്ങൾക്കും റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കും. കാര്യം ഓംസിലൊക്കെ പഠിച്ചെങ്കിലും അത് നിത്യജീവിതത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യും എന്നുള്ളതാണ് പലർക്കും അറിയാത്തത്. അപ്പോൾ അത് അറിയിച്ച് തരിക എന്നുള്ളതാണ്. സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് അതിൻ്റെ പ്രവർത്തനം വിവരിച്ചതിന് ശേഷം അതിൽ തന്നെ എന്തെങ്കിലും ഫോൾട്ട് വന്നാൽ എങ്ങനെയാണ് സർവീസിങ് ചെയ്യുന്നതെന്ന് കൂടെ പറയാം. സർവീസിങ് ചെയ്യേണ്ടത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് ട്രാൻസിസ്റ്ററും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ സർക്യൂട്ടിലും അതാത് ഭാഗത്ത് വോൾട്ടേജ് വെരിഫൈ ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുന്നതും, സപ്പോസ് റെസിസ്റ്ററൊന്നും അവിടെ ഇല്ല, മൊത്തം കരിഞ്ഞു പോയതാണെങ്കിൽ പോലും അതിന് ഈക്വലൻ്റ് എങ്ങനെ കണ്ടുപിടിച്ച് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് മാറ്റി ഇടാം എന്നുള്ളതും കൂടിയാണ് ഇതിനകത്ത് വിവരിക്കുന്നത്. ഇനി ഓരോ കമ്പോണൻറ്റും അതിൻ്റെ പാർട്സ് അതിൻ്റെ സ്പെക്ക് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് റിലേ, 230 വോൾട്ട് AC വർക്ക് ചെയ്യിക്കാൻ വേണ്ട സ്വിച്ച്. അതിന് സമാനമായ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെയർ കേസ് വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന 2-വേ സ്വിച്ച്. അതിനകത്ത് സെൻറ്റർ എപ്പോഴും കോമൺ ആയിരിക്കും. പിന്നെ ഒരു വശത്തേക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു കോണ്ടാക്റ്റും മറുവശത്തേക്ക് കോണ്ടാക്റ്റും. പക്ഷെ അത് ബൈ മാനുവൽ, കൈകൊണ്ടാണ് എന്ന് മാത്രം. സ്പ്രിംഗ് ഒന്നും ഉപയോഗിച്ചില്ല അതിനകത്ത് പ്രത്യേകിച്ച്. ഇത് സമാനമാണ്. ഒരു കോമൺ, ഈ കാണുന്നതാണ് കോമൺ പോയിന്റ് എന്ന് പറയുന്നത്. കോമൺ ഇത് മിക്കവാറും ഇത് ഓൾറെഡി ഷോർട്ടായിരിക്കും പവർ ഇല്ലാത്ത സമയത്ത്. എപ്പോഴാണോ ഇതിൻ്റെ കോയിലിലോട്ട് പവർ വരുന്നത് ആ സമയത്താണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇതിൻ്റെ പിൻ കണക്ഷൻസ് നോക്കാം. 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ കോയിൽ വർക്ക് ചെയ്യാൻ വേണ്ടത് 200 milliamps ആണ്. ഡാറ്റാ ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കിട്ടും. എല്ലാ കമ്പോണൻറ്റും ഡാറ്റാ ഷീറ്റ് ഉണ്ടാവും, അത് നോക്കിയാൽ അറിയാം. ആദ്യകാലത്ത് നോക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ, പിന്നീടൊക്കെ സ്വയം അത് പരിചയപ്പെടും. അത്രേ കാര്യമുള്ളൂ. ഇനി കണക്ഷൻസ് നോക്കാം. ഈ വലതുവശത്ത് കാണുന്ന 2 ഈ പിന്നുകളാണ് 12 വോൾട്ട് കോയിൽ. ഇത് മൾട്ടിമീറ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഓംസ് ഇമ്പിഡൻസ് എത്രയാണെന്ന് കാണാൻ കഴിയും.
അങ്ങനെ കണ്ടുപിടിക്കാം. 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്വിച്ച് വർക്ക് ചെയ്യും. ഇതിൽ കോമൺ പിന്നും നോർമലി ക്ലോസ്ഡും നമ്മൾ എപ്പോഴും ഓൺ ആയിരിക്കും. നോർമലി ഓപ്പണിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് 230 വോൾട്ട് 10 ആംപിയറിൽ എന്തും ഈ 3 പിന്നുകൾ കൊടുക്കാം. ഇത് മാത്രമാണ് സർക്യൂട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇത് ഐസൊലേറ്റഡ് ആണ്, ഒരിക്കലും AC ഇങ്ങോട്ട് വരുന്നില്ല. ഇപ്പോൾ റിലേ ഇനി ഇത് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് അടുത്തതായി വേണ്ടതാണ് ട്രാൻസിസ്റ്റർ. അപ്പോൾ ഇത് 200 മില്ലി ആംസ് ആണ്. അപ്പോൾ ആ 200 മില്ലി ആംസ് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്ന ട്രാൻസിസ്റ്റർ ആയിരിക്കണം നമ്മൾ വാങ്ങുന്നത്. അത്ര ഈ കാണുന്ന ട്രാൻസിസ്റ്റർ BC 547 ഇതിൻ്റെ വോൾട്ടേജ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരു 30 വോൾട്ട് ടു 45 പറയുന്നതെങ്കിലും നമുക്കിവിടെ 12 വോൾട്ട് ആയതുകൊണ്ട് ആ വോൾട്ടേജിൻ്റെ കാര്യത്തിൽ വിഷയമില്ല. എന്നാൽ കറണ്ട് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി വളരെ കുറവാണ്. അതിനകത്ത് ഏതാണ്ട് 100 മില്ലി ആംസ് വരെയൊക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് റിലേക്ക് മാത്രം 200 മില്ലി ആംസ് വേണം, അതുകൊണ്ട് കൂടിയത് വേണം. ഇതും ഡാറ്റ ഷീറ്റ് നോക്കി. അപ്പോൾ ഈ BC 547 നമ്മൾ ഈ പർപ്പസിന് പറ്റില്ല. ഇനി അടുത്ത ട്രാൻസിസ്റ്റർ നോക്കാം. ഇത് SL100. ഇത് വോൾട്ടേജ് കൂടിയ വോൾട്ടേജ് ഇതാകുന്നുണ്ട്. നമുക്ക് 12 വോൾട്ടാണ്. ഇതും ഏകദേശം ഒരു 30 ടു 40 വോൾട്ട് വരെ കൊടുക്കാം. കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ്, അതുപോലെ കളക്ടർ ടു ബേസ് വോൾട്ടേജ്, കളക്ടർ ടു ബേസ് കറണ്ട്, കളക്ടർ ടു എമിറ്റർ കറണ്ട്, അതൊക്കെ കൃത്യമായിട്ട് ഡാറ്റ ഷീറ്റിൽ കൊടുത്തു കാണും. അതെന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. ബേസിനെ സംബന്ധിച്ച് ഒരു 5 വോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും, ഉടൻ തന്നെ ഓൺ ആവുന്നതായിരിക്കും. ഇതിൻ്റെ കറണ്ട് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ട്രാൻസിസ്റ്ററിന് 500 മില്ലി ആംസ് ആണ്. 500 മില്ലി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ 200 മില്ലി ആംസേ റിലേക്ക് മാക്സിമം ആവശ്യമുള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ ട്രാൻസിസ്റ്റർ ആ സർക്യൂട്ടിന് സൂട്ടബിൾ ആണ്. അതുകൊണ്ട് ട്രാൻസിസ്റ്റർ നമുക്ക് ഇത് തന്നെ തിരഞ്ഞെടുക്കാം. അടുത്ത നമുക്ക് ആവശ്യമുള്ളത് റെസിസ്റ്റർ. ഒരു 630 ഓംസിൻ്റെ റെസിസ്റ്റൻസ്, കഴിയുമെങ്കിൽ 1Kയും 10K ഒക്കെ സ്റ്റോക്ക് ചെയ്തോളൂ. ഈ ടെസ്റ്റിൻ്റെ സമയത്ത് എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ വേണമെങ്കിൽ നടത്താം. പിന്നെ വേണ്ടത് ഡയോഡ് 1N സിംഗിൾ ജംഗ്ഷൻ 4007 ഡയോഡ്. ഒരു സെക്യൂരിറ്റി പർപ്പസാണ്. ഹൈ വോൾട്ടേജ് കോയിലിൽ നിന്ന് വരാതെ നമുക്ക് അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി റിലേയുടെ തൊട്ടടുത്ത് കൊടുത്ത് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഒരു ഡയോഡ്, റെക്ടിഫയർ ഡയോഡ് 4007 അതൊരെണ്ണം. ഇത്രയാണ് കമ്പോണൻറ്റുകളായിട്ട് ആവശ്യം വരുന്നത്. ഇനി നമുക്ക് സർക്യൂട്ട് ഒന്ന് വരച്ചതിന് ശേഷം അതിൽ നിന്നുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് സർക്യൂട്ട്. SL100 ട്രാൻസിസ്റ്റർ വരച്ചു. പിന്നെ അതിന് ശേഷം റെസിസ്റ്റൻസ് ഒരു 1K വെറുതെ കൊടുത്തുന്നേ ഉള്ളൂ. 1K നമുക്ക് കണ്ടുപിടിക്കാം, വാല്യൂ കണ്ടുപിടിക്കാം. ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ നേരെ ഗ്രൗണ്ട് കൊടുത്തു. 12 വോൾട്ട് DC സപ്ലൈ ആണ് കാണിക്കുന്നത്. 12 വോൾട്ട് പോസിറ്റീവ്. കോയിൽ, ഈ റിലേയുടെ കോയിൽ 2 കോയിൽ മാത്രം, ബാക്കിയുള്ളത് നമുക്കിവിടെ വരയ്ക്കേണ്ട ആവശ്യമില്ല. അത് കണക്ഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ്. സർക്യൂട്ടിനെ സംബന്ധിച്ച് ഈ കോയിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ഡയറക്റ്റ് 0 ഗ്രൗണ്ട് ചെയ്തു. ഇനി പോസിറ്റീവ് നേരെ റിലേയുടെ ഒരു കോയിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് വേണം? നെഗറ്റീവാണ് കിട്ടേണ്ടത്. ഇപ്പം നെഗറ്റീവ് ഇല്ല അറ്റ് പ്രസൻറ്റ്. കാര്യം ഇവിടെ എമിറ്ററിൽ വന്ന് നിൽക്കുന്നു. അത് ഇങ്ങോട്ട് കടക്കണമെങ്കിൽ അതിൻ്റെ കണ്ടീഷനാണ് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് ബയാസിങ്. മിനിമം ഒരു 5.6 മുതൽ എത്രയാവാം, ഒരു 5 വോൾട്ട് എപ്പോഴാണോ ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ് കിട്ടുന്നത് ആ സമയം തന്നെ ഇവിടെ നെഗറ്റീവ് എത്തും. ഈ റിലേ ഓൺ ആവും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ ഇനി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇവിടെ കളക്ടർ കറണ്ട് 500 മില്ലി ആംസ് ട്രാൻസിസ്റ്റർ ഉള്ളതുകൊണ്ട് 200 ഇതിന് വേണ്ടത്. ഇത് സുഖമായിട്ട് ഡ്രൈവ് ചെയ്യും. വന്നു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഒരിക്കലും യൂസ് ചെയ്യില്ല. പിന്നെ ഇതൊരു കോയിൽ, ഏതൊരു കോയിലും നമ്മൾ സ്വിച്ചിങ് ഓഫ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു ഹൈ വോൾട്ടേജ് റിട്ടേൺ വരുന്നതുകൊണ്ട് ഈ ട്രാൻസിസ്റ്ററോ അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച മൈക്രോ കൺട്രോളോ അങ്ങനെയുള്ള ചെറിയ പാർട്സുകളൊക്കെ ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയാണ് സെക്യൂരിറ്റിക്ക് റിവേഴ്സ് പൊളാരിറ്റിയിൽ ഒരു ഡയോഡ് ഇവിടെ കൊടുത്തു വെക്കുന്നത് നല്ലതാണ്. എപ്പോഴും എല്ലാ സർക്യൂട്ടിനും ശ്രദ്ധിക്കുക. അത് കൊടുത്തില്ലെങ്കിൽ ഇതാണ് കംപ്ലൈൻറ്റ്. പെട്ടെന്നൊന്നും നമുക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിലും ബേസിക്കലി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് സെക്യൂരിറ്റിക്ക് വേണ്ടി കൊടുത്തിരിക്കണം. ഇനി ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓംസ് ലോ പഠിക്കുക എന്നുള്ളതല്ല, നിങ്ങൾ പലർക്കും അറിയാം, എങ്കിലും അത് ജീവിതത്തിൽ പ്രാക്ടിക്കലായി എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓംസ് ലോ V = I/R. നിങ്ങൾക്കറിയാം, വോൾട്ടേജ് I × R, I/R ആണ് ഓംസ് ലോ പറയുന്നത്. അപ്പോൾ ഇത് പലർക്കും R കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ് V/I ആണോ I/V ആണോ, അതുപോലെ V കണ്ടുപിടിക്കുന്ന സമയത്ത് മാത്രം അറിയാം. R കണ്ടുപിടിക്കുമ്പോഴും I കണ്ടുപിടിക്കുമ്പോഴും കൺഫ്യൂഷൻ വരുന്നുണ്ട്. ആ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. വളരെ എളുപ്പം, സിമ്പിളാണ്. നിങ്ങൾ ചെയ്തു വെച്ചാൽ മതി. പെർമനൻ്റ്ലി ഏതെങ്കിലും ഒരു സംഖ്യ ഡിക്ലെയർ ചെയ്ത് വെക്കുക അവിടെ. ഇവിടെ ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് ഇതേ ഇക്വേഷൻ എടുത്തു. R V = I/R വോൾട്ടേജ് കണ്ടുപിടിക്കാൻ. അപ്പോൾ R കണ്ടുപിടിക്കണമെങ്കിൽ R 5 V/I ആണ് വരുന്നത്. V/I. അപ്പം ഈ 5 കിട്ടണം ആൻസർ. അപ്പോൾ 10 ÷ 2 നമുക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ R =
V/I ആണുള്ളത്, കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ ഏതിനും നമുക്ക് അത് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് I കണ്ടുപിടിക്കേണ്ട ഒരു സമയമാണ് വരുന്നതെന്ന് വിചാരിച്ചോളൂ. അപ്പോഴും ഈ ഇക്വേഷൻ I എത്രയാണ്? 2 ആണ്. 2 കിട്ടാൻ ഇത് തമ്മിൽ എന്താണ് ചെയ്യേണ്ടത്? 10/5 മാത്രമേ വരൂ. അപ്പം I = V/R ആയിരിക്കും എപ്പോഴും. അതും തെറ്റിപ്പോവില്ല. അപ്പോൾ V10/5 = 2 I കിട്ടും. ഇങ്ങനെ മൂന്നും എപ്പോഴും കണ്ടുപിടിക്കാൻ, കൺഫ്യൂഷൻ ഇല്ലാതെ കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരു ചെറിയൊരു സംഭവം എഴുതിയിട്ടാൽ മതി. നമ്മൾ ഇവിടുത്തെ വിഷയം 10 milliamps ആണ് ആ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ്, SL100ൻ്റെ ബേസ്. 10 mA കറണ്ട് ആവശ്യമുള്ളൂ അതിന്. അപ്പോൾ അവിടെ ഡ്രോപ്പ് എത്ര വരും എന്ന് പറഞ്ഞാൽ 12 വോൾട്ടിൽ നിന്നാണ് നിങ്ങളിപ്പോൾ സർക്യൂട്ടിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഒന്ന് മൈക്രോ കൺട്രോളറാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. ഒരു 100 ohms ചെറിയ ലോ വാല്യൂ ഇട്ടതിന് ശേഷം 5 വോൾട്ട് ആയത് കാരണം നേരിട്ട് കൊടുക്കുക, വർക്ക് ചെയ്തോളും, വേറെ കൺഫ്യൂഷനൊന്നുമില്ല. അവിടെ നിന്നൊരു 10K റെസിസ്റ്റൻസ് ഗ്രൗണ്ട് ചെയ്ത് വെച്ചിരിക്കണം. എന്തിനാന്ന് പറഞ്ഞാൽ അത് ഡോൺ കെയർ വരാതിരിക്കാൻ, പോസിറ്റീവ് കിട്ടുമ്പോൾ മാത്രം വർക്ക് ചെയ്യണം, അല്ലാത്ത സമയത്ത് എറർ വരാതിരിക്കാൻ വേണ്ടി ഒരു 100 ഹൈ വാല്യൂ റെസിസ്റ്റൻസ് ഗ്രൗണ്ട് ചെയ്യുക. അതിന് പുൾ ഡൗൺ റെസിസ്റ്റർ എന്ന് പറയും. ഇനി വാല്യൂ കണ്ടുപിടിക്കുന്നത് 12 വോൾട്ടിൽ നിന്ന് നമ്മൾ സപ്ലൈ 12 അതിൽ നിന്നാണ് കൊടുക്കേണ്ട സർക്യൂട്ടെങ്കിൽ അവിടെ ഡ്രോപ്പ് വോൾട്ടേജ് കണ്ടുപിടിക്കണം. കാരണം നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജ് 5 ആണ്, നമ്മൾ അവൈലബിൾ വോൾട്ടേജ് 12 ആണ്. അപ്പോൾ 12ൽ നിന്ന് -5 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന 7 വോൾട്ടാണ് ഡ്രോപ്പ് വോൾട്ട്. ഇത് വെച്ചാണ് ഇക്വേഷൻ ചെയ്യേണ്ടത്, അല്ലാതെ ഒരിക്കലും ഈ 12ൽ പോയിട്ട് ഡിവൈഡ് ചെയ്യരുത്. അതും മിക്കവാറും പേർക്കൊരു കൺഫ്യൂഷൻ വരുന്നതാണ്. ഇനി അങ്ങനെ പിന്നെ 2 കാര്യം ശ്രദ്ധിക്കാണ്ട്, ഓംസുകൾ കിലോ ഓംസൊക്കെ എപ്പോഴും ഓംസിലേക്ക് മാറ്റുക, അതുപോലെ ആ മില്ലാമ്പിയറിന് മുഴുവൻ ആംബിയറിലേക്ക് മാറ്റുക. എങ്കിലാണ് കണക്ക് കൃത്യമായിട്ട് കിട്ടുക. അല്ലാതെയും ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്, ഞാൻ ഒരു ചാർട്ട് കൊടുക്കാം. പക്ഷെ ഇതാണ് ഒരു എളുപ്പ വഴി. അപ്പം മില്ലി ആംബിയറിന് ആംബിയറാക്കി മാറ്റുന്നു. അതിനെന്താണ്? 10 മില്ലി ആംബിയറാണ് നമ്മൾ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്, നമുക്ക് ആവശ്യമുള്ളത്. /1000 0.01 ആംസ് എന്ന് കിട്ടും. ഇനി കണക്ക് എളുപ്പമല്ലേ? 7 വോൾട്ടാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ 7/0.01 mA = 700 ഓംസിൻ്റെ റെസിസ്റ്റൻസ് അവിടെ കൊടുക്കണം. ആ 12 വോൾട്ടിൽ നിന്ന് 700 ഓംസ് കൊടുത്താൽ കൃത്യമാണ് 5 വോൾട്ടായിരിക്കും. 10 milliamps അധികം കറണ്ടുകൾ വരാൻ ചാൻസ് ഇല്ല. ഇങ്ങനെയാണ് സർക്യൂട്ടിൻ്റെ ഓരോ ഭാഗങ്ങളിലും നമ്മൾ കൃത്യമായിട്ട് അത് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഏതെങ്കിലും സർക്യൂട്ടിൽ എന്തെങ്കിലും റെസിസ്റ്ററൊക്കെ കരിഞ്ഞു പോയാൽ പോലും നിങ്ങൾക്ക് ഡാറ്റാ ഷീറ്റ് വെച്ചോ, പിന്നെ പരിചയം കൊണ്ട് മിക്കവാറും എല്ലാ ട്രാൻസിസ്റ്ററിൻ്റെ ഒക്കെ കറണ്ടും ബേസ് കറണ്ടൊക്കെ നമുക്ക് അറിയാം. എങ്കിലും ഒട്ടും പരിചയമില്ലാത്തവർ ഡാറ്റാ ഷീറ്റ് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ വോൾട്ടേജ്, ബേസ് കറണ്ട് എത്രയാണെന്ന് കിട്ടും, വോൾട്ടേജ് എത്രയാണെന്ന് കിട്ടും. അത് വെച്ചൊരു കാൽക്കുലേഷൻ എടുത്തു കഴിഞ്ഞാൽ സർക്യൂട്ടിൻ്റെ മൊത്തം വോൾട്ടേജ് നിങ്ങൾക്ക് അറിയാം. ഈ ഒരു കാൽക്കുലേഷൻ പ്രകാരം ചെയ്തു കഴിഞ്ഞാൽ സർവീസിങ്ങിന് വളരെയധികം ഗുണം ചെയ്യും നിങ്ങൾക്ക്. ഇതൊക്കെ പഠിച്ചിട്ടാണ് സർവീസ്, അല്ലാണ്ട് അതേ വാല്യൂ കിട്ടുമോ, അതേ കളർ കോഡ് കിട്ടുമോ, ഇങ്ങനെ അന്വേഷിച്ച് സമയം നഷ്ടപ്പെടുത്തരുത്. ഇനി ഏത് തരത്തിൽ വന്ന വാല്യൂ വന്നാലും അത് എങ്ങനെ കാണും എന്നുള്ള ചാർട്ട് കാണിച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ഇത് തന്നെ സർവീസ് വന്നാൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ട പ്രൊസീജിയർ അതും കൂടി പറഞ്ഞു. 4 തരം എക്സാമ്പിൾസാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു 3 വോൾട്ട് അപ്ലൈഡ് അക്രോസ് 6 ohms റെസിസ്റ്റൻസ്. അപ്പോൾ കറണ്ട് എത്രയാണ്? ഒരു 6 ohms റെസിസ്റ്റൻസിലേക്ക് 3 വോൾട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാല്യൂ നമുക്ക് വോൾട്ടേജ് അറിയാം, 3 വോൾട്ടാണ്, റെസിസ്റ്റൻസ് 6 ohms ആണ്, കറണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ V/R ഇക്വേഷൻ പ്രകാരം 3/0.5 amps എന്ന് പറയും. ഇത് എക്സാമ്പിൾ 2. എക്സാമ്പിൾ 3 ഇത് 3 നിങ്ങൾ എഴുതി വെച്ച് വായിച്ച് ശരിക്കും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏതെടുത്ത് കറണ്ട് മില്ലി ആംബിയർ ആക്കിയോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വാല്യൂ കണ്ടുപിടിക്കാൻ ഈ ഫോർമുല പെർമനൻ്റ് ആയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ അതിന് സാധിക്കും. ഇനി സെയിം സർക്യൂട്ടിൽ ഒരു റിപ്പയറിംഗ് വന്നാൽ അതെങ്ങനെയാണ് നമ്മൾ സർവീസ് ചെയ്യുന്നതെന്നും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണ്ട് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് കിട്ടി. നിങ്ങൾക്ക് സർവീസിങ് റെസിസ്റ്റർ കാൽക്കുലേഷൻ എന്നൊക്കെ പറയുന്നതിൻ്റെ സ്റ്റാർട്ടിങ് കിട്ടി. ഇതാണ് നമ്മൾ കുറച്ച് മുമ്പ് നോക്കിയ സർക്യൂട്ട്. ഇതിനകത്ത് ഒരു സർവീസ് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ ടെസ്റ്റ് ചെയ്യേണ്ടത് മൈക്രോ കൺട്രോളർ ഇല്ല എന്ന് വിചാരിക്കുക. അവിടെ മാറ്റി വെച്ചാൽ ഒരു 12 വോൾട്ടിൽ നിന്ന് 700 ohms അല്ലെങ്കിൽ 650 ohms അല്ലെങ്കിൽ 1K എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് വഴി ടച്ച് ചെയ്യുക. ഈ 1K എടുത്തിട്ട് പോസിറ്റീവ് 12 വോൾട്ടിൽ നിന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് റിലേ ഓൺ ആവണം. അങ്ങനെ ഓൺ ആയില്ലെങ്കിൽ ഈ ഭാഗത്ത് പ്രശ്നം, കംപ്ലൈൻറ്റ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ആദ്യം അളക്കേണ്ടത് 12 വോൾട്ട് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് 12 വോൾട്ട് ഈ ബോർഡിലേക്ക് അവൈലബിൾ ആണോ? 12 വോൾട്ട് DC ആണെങ്കിൽ ഓക്കെ. പിന്നെ ഇതിൻ്റെ കോയിലിന് വല്ല കംപ്ലൈൻറ്റും ഉണ്ടോ? അത് ഏതെങ്കിലും ഒരു ഭാഗം ഡിസ്കണക്ട് ചെയ്തതിനു ശേഷം ഈ റിലേ കോയിൽ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഡയോഡ് ഷോർട്ടാണോ? അങ്ങനെ മൊത്തം ഭാഗം ചെക്ക് ചെയ്യുന്നു. ഇനി ട്രാൻസിസ്റ്ററിന് കംപ്ലൈൻ്റ് ആണെങ്കിൽ നിങ്ങൾ വോൾട്ടേജ് അളക്കുന്ന സമയത്ത് ഷോർട്ടാണെങ്കിൽ ഇവിടെ ബയാസിങ് കിട്ടാതെ തന്നെ ഇവിടെ എപ്പോഴും നെഗറ്റീവ് വന്ന് നിൽക്കും. നെഗറ്റീവ് വന്ന് നിൽക്കുകയാണെങ്കിൽ ഷോർട്ടാണെന്നും റിലേ ഫുൾ ടൈം ഓണായി കിടക്കും. അതാണ് എൻ്റെ കംപ്ലൈൻറ്റ്. സപ്പോസ് ഇവിടെ 5 വോൾട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങോട്ട് നെഗറ്റീവ് വരുന്നില്ല, റിലേ ഓൺ ആവുന്നില്ലെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ ഓപ്പൺ ആയിരിക്കും, കത്തിപ്പോയതാണെന്ന് വിചാരിക്കുക. ഈ ഭാഗങ്ങളെല്ലാം റെഡിയാണെങ്കിൽ എന്നിട്ടും നമ്മൾ ഡയറക്റ്റ് ഇവിടുന്ന് വോൾട്ടേജ് കൊടുക്കുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്,
അല്ലാതെ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മൈക്രോ കൺട്രോളറിൻ്റെ ഔട്ടിൽ നിന്ന് 5 വോൾട്ട് കിട്ടുന്നില്ല എന്നങ്ങനെയാണ്. ഈ ഓരോ ഭാഗവും ഓരോ പിൻ പോയിൻറ്റ്സും നമ്മൾ നോക്കിയാണ് സർവീസ് ചെയ്യേണ്ടത്. ഏത് സർക്യൂട്ട് വന്നാലും അതിലൊക്കെ ട്രാൻസിസ്റ്റർ വരുന്നു, IC വരുന്നു, അല്ലെങ്കിൽ മോസ്ഫെറ്റ് വരുന്നു. അതിൻ്റെ ഇതുപോലുള്ള ചാർട്ടും വോൾട്ടേജിൻ്റെ സെക്ഷനും ആ സ്പെക്കും വെച്ചതിന് ശേഷം സർവീസിങ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിക്ക് സർവീസിങ് പഠിക്കാൻ സാധിക്കും, ഡിസൈനിങ് പഠിക്കാൻ സാധിക്കും. ഏതായാലും വീഡിയോയിൽ പറഞ്ഞ 3 കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുവിധം നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ശേഷം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.